സംസ്ഥാനത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി രൂപീകരിച്ച കിഫ്ബി ബോർഡിന് വേണ്ടിയുള്ള ധനസഹായം സംസ്ഥാന സർക്കാർ നിർത്തലാക്കി. പണം അനുവദിക്കാതെ ആയതോടെ മുൻ ഒന്നാം ഇടത് സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ച പദ്ധതികൾ പൂർണ്ണമായും പൂർത്തിയാക്കാൻ കഴിയുന്നുമില്ല. പദ്ധതികളുടെ നടത്തിപ്പിനായി കിഫ്ബി ബോർഡിൽ അവശേഷിക്കുന്നത് 4000 കോടിയിൽ താഴെ രൂപ മാത്രം. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, നമുക്കറിയാം കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് കിഫ്ബി പദ്ധതികൾക്ക് രൂപം ഉണ്ടാവുന്നത്. അത് അന്നത്തെ ധനകാര്യമന്ത്രിയായിട്ടുള്ള ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ ഒരു സ്വപ്ന പദ്ധതി തന്നെയായിരുന്നു. സ്വപ്ന പദ്ധതി മാത്രമല്ല, കിഫ്ബിക്ക് ലഭിക്കുന്ന ഫണ്ടിനെ സംബന്ധിച്ച്, അതിൻ്റെ ഓഡിറ്റിനെ സംബന്ധിച്ച് ഒക്കെ വലിയ വിവാദങ്ങളുണ്ടായിരുന്നു. എന്തായാലും രണ്ടാം പിണറായി സർക്കാർ വരുമ്പോൾ KN ബാലഗോപാൽ ധനകാര്യമന്ത്രിയായി വന്നതിന് ശേഷമാണ് കിഫ്ബി ബോർഡ് അല്ലെങ്കിൽ കിഫ്ബി സംവിധാനം തന്നെ പാടെ അത് നിർത്തലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. ബജറ്റിൽ പോലും കിഫ്ബിയെ പറ്റി പരാമർശമില്ലാതെ വന്നതൊക്കെ വലിയ വാർത്തയായിരുന്നു. ഇപ്പോൾ കിഫ്ബി പദ്ധതിയിൽ പണം അനുവദിക്കുന്നില്ല, ആ പദ്ധതികൾ മുടങ്ങുന്ന ഒരു സാഹചര്യം. കൂടുതൽ വിവരങ്ങൾ പ്രശാന്ത്. വിനോദ്, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തോമസ് ഐസക് ധനമന്ത്രിയായിരുന്ന സമയത്താണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റുമായി അതിന് ധനസം കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ട് ഈ കിഫ്ബി ബോർഡ് രൂപീകരിക്കുന്നതും അതിലേക്ക് പണം അതിൽ നിന്ന് വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട അതിന് തുടക്കം കുറിക്കുന്നത്, ആ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് വളരെ അഭിമാനപുരസ്സരമായിരുന്നു അന്ന് തോമസ് ഐസക്കും ഈ പദ്ധതിയെ കുറിച്ച് പറഞ്ഞത്. പിണറായി സർക്കാരടക്കം പറഞ്ഞത് ആ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നിരവധി പദ്ധതികൾ കിഫ്ബി വഴി നടപ്പിലാക്കുകയും അതിന് തുടക്കം കുറിക്കുകയൊക്കെ ചെയ്തു. അത്തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ കിഫ്ബിക്ക് പണം അനുവദിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തേക്ക് എത്തുമ്പോൾ പൂർണ്ണമായും പാടെ കിഫ്ബിയെ അവഗണിക്കുന്ന അല്ലെങ്കിൽ ഒഴിവാക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഇനി കരുതൽ ധനമായിട്ട് കിഫ്ബിയുടെ കയ്യിലുള്ളത് 4000 കോടി മാത്രമാണ്. മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതടക്കം പ്രവർത്തനങ്ങൾ നടക്കുകയാണെങ്കിൽ പോലും അതിന് ചെലവഴിക്കാൻ കഴിയാത്ത രീതിയിലേക്കുള്ള സാമ്പത്തിക പ്രതിസന്ധിയും കിഫ്ബിക്ക് വന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പല കോൺട്രാക്ടർമാരുമായി കിഫ്ബിയും തമ്മിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നു. നേരത്തെ ചെയ്ത വർക്കുകളുടെ അടക്കം പണം നൽകുന്നതിനും അല്ലെങ്കിൽ ബില്ലുകൾ മാറുന്നതിനടക്കം കാലതാമസം നേരിടുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ബില്ലുകൾ മാറുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്തായാലും ഈ 500 കോടിയിലധികം ഇത്തരത്തിൽ തുക ഉണ്ട് എന്നും അറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും കടുത്ത പ്രതിസന്ധി തന്നെയാണ് ഈ കിഫ്ബിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലമാകുമ്പോഴേക്കും പൂർണ്ണമായും കിഫ്ബിയെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടുള്ള നീക്കത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കരുതൽ ധനം ഇനി 4000 കോടി മാത്രമാണ് കിഫ്ബിക്കുള്ളത്. മറ്റ് പ്രതിസന്ധിയിലേക്ക് എന്ന് പറയുമ്പോൾ, അതായത് നേരത്തെ തന്നെ ഇതിനകത്ത് ഉയർന്നു വന്നൊരു വാദം എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ കിഫ്ബിക്ക് പണം കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഈ ബജറ്റിന് പുറത്തുനിന്ന് കണ്ടെത്തുന്നതും ഓഡിറ്റിന് വിധേയമാകുന്ന കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ വലിയ വിവാദമായിരുന്നു. എന്തായാലും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ സർക്കാരിന്റെ കടമെടുപ്പ് പരിധി കൂടി ഇത് കിഫ്ബി കൂടി ഉൾപ്പെട്ടതാണ് ഇപ്പോൾ ഇത്തരത്തിൽ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുകൊണ്ട് തന്നെ സർക്കാർ നേരത്തെ തന്നെ പല പദ്ധതികൾക്കായി കടം എടുത്തിരുന്നു. അതോടൊപ്പം തന്നെ വീണ്ടും ഈ കടമെടുപ്പ് പരിധിയിൽ കിഫ്ബി കൂടി വരുന്നതോടെ കിഫ്ബിക്ക് മാത്രമായിട്ടൊരു തുക അനുവദിക്കാൻ കഴിയാത്ത സാഹചര്യം കൂടി വരികയും ചെയ്തു. അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ ഈ പ്രതിസന്ധി രൂപപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിരുന്നത്. എന്തായാലും ഈ രണ്ടാം പിണറായി സർക്കാർ അഭിമാന പുരസ്കാരം കൊണ്ടുവന്ന പദ്ധതി തന്നെ പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ അത് ഇല്ലാതാകുന്നൊരു കാഴ്ചയും കൂടിയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.